തന്നെ ശുശ്രൂഷിച്ചുള്ളതുമായിട്ടുള്ള വേദഭാഗങ്ങളാണ്. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ ചില ചിന്തകൾ വേഗത്തിൽ നിങ്ങളോട് സംസാരിച്ച് ഇരിക്കുവാൻ ഞാൻ കൃപയാൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം നമുക്ക് ഏറെ പരിചയമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അധിപനായ നെബൂഖദ്നേസർ രാജാവ് രാജ്യങ്ങൾ കീഴടക്കി വരിക. ഇപ്പോൾ യഹൂദയിലെത്തി. യഹൂദ ഭരിക്കുന്നത് യഹോയാക്കീം എന്ന് പറയുന്നതായ ഒരു യഹൂദ രാജാവാണ്. യെരൂശലേമിലേക്ക് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ കടന്നു വന്നിട്ട് യെഹോയാക്കീമിനെ ചങ്ങലയിട്ട് പിടിച്ചു. യെരൂശലേം ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെ എടുത്തുകൊണ്ട് താൻ ബാബേൽ സാമ്രാജ്യത്തിലേക്ക് യെരൂശലേമിനെ അടിമയാക്കിയിട്ട് യെരൂശലേമിനെ പിടിച്ചടക്കിയിട്ട് തിരികെ ബാബേൽ സാമ്രാജ്യത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കേണ്ട സ്ഥാനത്ത് ഇസ്രായേൽ ജനത ദൈവത്തെ വിട്ട്, ദൈവത്തിന്റെ വചനത്തെ വിട്ട് യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോ കർത്താവ് രാജാവിനെ ചങ്ങലയിട്ട് പിടിപ്പിച്ചു. യെരൂശലേം ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും മറ്റൊരു രാജാവിന്റെ കയ്യിലേക്ക് കൈമാറുകയാണ്. പ്രിയമുള്ളവരെ, നെബൂഖദ്നേസർ യെരൂശലേമിൽ വരുമ്പോ താൻ കണ്ടൊരു കാഴ്ച അവിടുത്തെ രാജകുമാരന്മാരെ താൻ കണ്ടു. നല്ല സുന്ദരന്മാരായ ജ്ഞാനമുള്ള രാജകുലത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ, ബാലന്മാരെ നെബൂഖദ്നേസർ കാണുകയുണ്ടായി. താൻ മടങ്ങി ബാബേൽ സാമ്രാജ്യത്തിൽ ചെന്നിട്ട് തന്റെ ഉദ്യോഗസ്ഥരോട് താൻ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ യെരൂശലേമിനെ കീഴടക്കുമ്പോൾ യെരൂശലേമിലെ ബാലന്മാരെ ഞാൻ കണ്ടിരുന്നു. അവര് സുന്ദരന്മാരാണ്, ജ്ഞാനമുള്ളവരാണ്, ബുദ്ധിയും വിവേകവും അറിവുമുള്ളവരാണ്. അവരെ പഠിപ്പിച്ചാൽ, അവരെ കൊട്ടാരത്തിൽ വരുത്തി കൽദയരുടെ ഭാഷയും വിദ്യയും പഠിപ്പിച്ചാൽ അവരെ കൊട്ടാരത്തിൽ ശുശ്രൂഷിക്കുവാൻ, കൊട്ടാരത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ നിയോഗിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒരു കൂട്ടം യഹൂദന്മാരായ ബാലന്മാരെ യെരൂശലേമിൽ നിന്ന് വരുത്തി രാജകൊട്ടാരത്തിൽ രാജഭോജനം കൊടുത്ത്, രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കൊടുത്ത് രാജകൊട്ടാരത്തിൽ താമസിപ്പിച്ച് ഏകദേശം 3 വർഷം അവരെ പഠിപ്പിച്ചിട്ട് അവരിൽ സെലക്ട് ചെയ്യുന്ന ആൾക്ക് രാജകൊട്ടാരത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ ആക്കാം എന്നൊരു ചിന്ത, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ് ഈ ചിന്ത നെബൂഖദ്നേസറിന്റെ ഹൃദയത്തിൽ കടന്നു വരുന്നത്. അതുപോലെ പ്രവർത്തിച്ചു. ഒരു പറ്റം രാജകുലത്തിൽ പിറന്ന അംഗഭംഗമില്ലാത്ത സൗന്ദര്യമുള്ള ബുദ്ധിയും ജ്ഞാനവും അറിവുള്ളതായ ഒരു കൂട്ടം യഹൂദ ബാലന്മാരെ ബാബേൽ സാമ്രാജ്യത്തിലേക്ക് ബാബേൽ സാമ്രാജ്യത്തിലേക്ക് നെബൂഖദ്നേസർ കൊണ്ടുവരികയാണ്. രാജകൊട്ടാരത്തിൽ പാർത്തു. പ്രഭാതമായി രാജാവിന്റെ മേശയിൽ നിന്നാണ് ഇവർ ഭക്ഷിക്കുന്നത്. പ്രഭാത സമയത്ത് എല്ലാവരുടെയും ഡൈനിങ് ടേബിളിൽ ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. മനോഹരമായ പാത്രത്തിൽ, പൊൻപാത്രത്തിൽ, വെള്ളിപ്പാത്രത്തിൽ നുരച്ചു പൊങ്ങുന്ന വീഞ്ഞ്, നുരച്ചു പൊങ്ങുന്ന വീഞ്ഞ്, ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും രാജാവിന്റെ മേശയിൽ ഡൈനിങ് ടേബിളിൽ നിറഞ്ഞു കഴിഞ്ഞു. എല്ലാ യഹൂദ ബാലന്മാരും, അടിമത്വത്തിലായിരുന്ന ഇസ്രായേലിലെ യഹൂദ ബാലന്മാർ സ്വർഗീയമായ അനുഭവമാണെന്ന് കണ്ടിട്ട് എല്ലാവരും ഒട്ടും അമാന്തിച്ചു നിൽക്കാതെ എല്ലാവരും ധാരാളമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുകയാണ്. 4 ബാലന്മാർ മാത്രം തീൻമേശയുടെ മുമ്പിലിരുന്ന് ന്യായപ്രമാണത്തെ ഓർത്തു. സൗഭാഗ്യങ്ങളുടെ നടുവിലിരുന്ന് ന്യായപ്രമാണത്തെ ഓർത്തു. അപ്പോഴവർക്ക് മനസ്സിലായി, മുൻപിൽ വിളമ്പിയിരിക്കുന്നത് അശുദ്ധമാണ്. രാജഭോജനത്തിൽ അശുദ്ധിയുണ്ട്, യഹൂദന് പ്രമാണമുണ്ട്. വീഞ്ഞ് അശുദ്ധിയാണ്. അതേ ഭൂമിയിലുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും യഹൂദന് തിന്നുവാൻ പാടില്ല. യഹൂദന് പ്രമാണമുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ തുടങ്ങി 4 ബാലന്മാർ അവർ യഹോവയാം ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഓർത്തപ്പോ തങ്ങളുടെ മുൻപിൽ വിളമ്പിയിരിക്കുന്നത് ഇത് സൗഭാഗ്യമല്ല, ഇത് അനുഗ്രഹമല്ല, മറിച്ച് ഇത് പാപമാണ്, ഇത് ഞങ്ങൾക്ക് അശുദ്ധമാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങൾക്ക് ഈ അറിവ് എവിടുന്ന് കിട്ടി? ഈ അറിവ് എവിടുന്ന് കിട്ടിയതാ? ഇവരുടെ മാതാപിതാക്കൾ ബാലനെ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കാം. മാതാപിതാക്കൾ പഠിപ്പിച്ചു വിട്ടതാ. കാരണം ഇവർ ബാലന്മാരാണ്. 12, 13, 14, 15 വയസ്സ് പ്രായമുള്ള ബാലന്മാരല്ലേ ഇവർ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. തെറ്റും ശരിയും തിരിച്ചറിയുവാൻ കഴിയുന്ന ബാലന്മാർ അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ബാലന്മാര് അവരുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ആളോട് ഈ ബാലന്മാർ ചെന്ന് പറയുകയാണ്, അല്ലയോ യജമാനനെ, ഈ വീഞ്ഞ് ഞങ്ങൾക്ക് അശുദ്ധി വരുത്തും. ഞങ്ങൾ ബാല്യം മുതൽ യഹോവ ഭക്തന്മാരാണ്.
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ വിശുദ്ധന്മാരാണ്, ഈ വീഞ്ഞ് ഞങ്ങൾക്ക് അശുദ്ധി വരുത്തും, ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പ്രമാണമുണ്ട്, പ്രമാണത്തിലില്ലാത്ത ഒന്നും ഞങ്ങൾക്ക് പാടില്ല, അത് രാജഭോജനമായാൽ പോലും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്കിതൊന്ന് മാറ്റി ഞങ്ങൾക്ക് ശാഖപദാർത്ഥവും പച്ചവെള്ളവും പരിപ്പും പച്ചക്കറികളും പച്ചവെള്ളവും മാത്രം ഭക്ഷിപ്പാൻ തരാമോ? മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങളെ 10 ദിവസം ഒന്ന് പരീക്ഷിക്കാമോ? ഞങ്ങളെ 10 ദിവസം ഒന്ന് പരീക്ഷിക്കാമോ? ഞാൻ ഇന്ന് രാത്രി ചോദിക്കുക, പ്രിയപ്പെട്ടവരോട് ചോദിക്കുക, എന്നോട് തന്നെ ചോദിക്കുകയാണ്, പ്രിയമുള്ളവരെ, എവിടുന്ന് കിട്ടി ഇവർക്ക് ഈ ഒരു ഭരണകൂടത്തെ വെല്ലുവിളിക്കുവാനുള്ള കഴിവ്? ഈ ബാലന്മാർക്ക് എങ്ങനെ കിട്ടി? ഇതെങ്ങനെ കിട്ടി? സ്വയമായി ആർജിച്ചെടുത്തതാണോ? അല്ല പ്രിയപ്പെട്ടവരെ, ഇവൻ പ്രാർത്ഥിക്കുന്നവരുടെ കുഞ്ഞുങ്ങളായത്, പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന, ദൈവപ്രവൃത്തി കുടുംബത്തിൽ വെളിപ്പെടുന്ന ദൈവ മക്കളുടെ തലമുറയായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാലപരുവത്തിൽ ഒരു സാമ്രാജ്യത്തെ വെല്ലുവിളിക്കണമെങ്കിൽ എന്നെ ഒന്ന് പരീക്ഷിക്കുക, 10 ദിവസം എന്നെ ഒന്ന് പരീക്ഷിക്കുക. പച്ചവെള്ളവും പരിപ്പും പച്ചക്കറികളും മാത്രം ഭക്ഷിച്ചുകൊണ്ട് 10 ദിവസം എന്നെ ഒന്ന് പരീക്ഷിക്കുക എന്നൊരു ബാലൻ പറയണമെങ്കിൽ അവന്റെ മാതാപിതാക്കൾ ദൈവത്തെ വാസ്തവമായി കണ്ടവരാണെന്നാണ് മനസ്സിലാവുന്നത്. നമ്മൾ വാസ്തവമായി ദൈവത്തെ കണ്ട നമ്മുടെ തലമുറയും ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ചെയ്തു ഷണ്ണാധിപൻ അല്ലെങ്കിൽ അവരുടെ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. അവർ പറഞ്ഞതുപോലെ പച്ചവെള്ളവും പരിപ്പും പച്ചക്കറികളും അടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിഞ്ഞ 10 ദിവസം അവർ കൊടുത്ത് പരീക്ഷിച്ചപ്പോൾ മനസ്സിലായി, അതെ, മാംസാഹാരം കഴിക്കുന്ന, രാജഭോജനം കഴിക്കുന്ന സകല ബാലന്മാരെക്കാളും ഓജസ്സും തേജസ്സും ബുദ്ധിയും ജ്ഞാനവും മാംസബുദ്ധിയും അഴകും പച്ചവെള്ളവും പച്ചക്കറികളും കഴിക്കുന്ന ഈ 4 ബാലന്മാർക്കാണെന്ന് ഷണ്ണാധിപൻ തിരിച്ചറിഞ്ഞു. 3 വർഷക്കാലം പച്ചക്കറിയും പച്ചവെള്ളവും പരിപ്പ് വർഗ്ഗങ്ങളും കഴിച്ച് ഈ ബാലന്മാർ രാജകൊട്ടാരത്തിൽ വളരുകയാണ്. ഹല്ലേലൂയ. പരീക്ഷയുടെ സമയമായി, എക്സാമിന്റെ സമയമായി. എക്സാം നടത്തുന്നത് നെബൂഖദ്നേസറാണ്. നെബൂഖദ്നേസറിന്റെ മുമ്പിൽ സകല ഒരു കൂട്ടം യഹൂദ ബാലന്മാരെ കൂട്ടിവരുത്തി. രാജാവ് ചോദ്യജ്ഞാന വിവേക സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ നെബൂഖദ്നേസർ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത് ഈ 4 ബാലന്മാർക്ക് ദൈവം സകലവും ദാനമായി നൽകി, ഇവർക്ക് തുല്യരായി ആരെയും കണ്ടില്ല. 10 ഇരട്ടി വിശിഷ്ടന്മാർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സകല ബാലന്മാരും 10 മാർക്ക് വാങ്ങിക്കുമ്പോൾ ഈ 4 ബാലന്മാർ 100 മാർക്ക് വാങ്ങിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അവസാനം ഒരു വാക്കൂടെ ചേർത്തു, ബാബിലോണിക് സംസ്ഥാനത്തിലുള്ള സകല മന്ത്രവാദികളെക്കാളും സകല ആഭിചാരന്മാരെക്കാളും സകല വിദ്വാൻമാരെക്കാളും 10 ഇരട്ടി വിശിഷ്ടന്മാരായിട്ട് ഈ 4 ബാലന്മാർ വിളങ്ങി എന്ന് എഴുതിയിരിക്കുന്നു. 4 ബാലന്മാരെ സെലക്ട് ചെയ്തു. ഇപ്പോഴവർ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരായിട്ട് മാറി. രാജകൊട്ടാരത്തിൽ പരിചരിപ്പാൻ 4 ബാലന്മാർക്ക് രാജാവ് അവരെ നിയമിക്കുകയാണ്. ഇന്ന് രാത്രി പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ബുദ്ധിയും ജ്ഞാനവും അറിവും തേജസ്സും ഓജസ്സും എല്ലാം മാംസബുദ്ധിയും എല്ലാം ഇരിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. ആര് ദൈവവുമായി ബന്ധം പുലർത്തുമോ അവർക്കത് ദാനമായിട്ട് നൽകുകയാണ് ചെയ്യുക. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ ഒരു പരീക്ഷയാണ്. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ദൈവമക്കൾക്ക് പനി പിടിക്കാറാ പതിവ്. ഈ പൂയപ്പള്ളിക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ കുഞ്ഞുനാൾ മുതൽ പരീക്ഷ എഴുതിയുള്ള ഭയങ്കരമായ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു തീ വാങ്ങി പോകുന്നത് പോലുള്ള അനുഭവം ഉണ്ടാകാറുള്ളത്. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. പക്ഷേങ്കിൽ 2-ാം അധ്യായത്തിൽ ഒരു പരീക്ഷ, ഒരു കൊട്ടാരത്തിൽ ജോലിക്കായി പ്രവേശിച്ചിരിക്കുന്ന 4 ബാലന്മാരുടെ കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു പരീക്ഷ. അവരെ കൊല്ലാൻ പോവുകയാണ്. 4 ബാലന്മാർ മാത്രമല്ല, ബാബേൽ സാമ്രാജ്യത്തിലെ സകല മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൊല്ലുവാനായി പോകുന്ന ഒരു സമൂഹമാണ്. കൂട്ടത്തിൽ ഈ കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്ന 4 ബാലന്മാരും മരണപ്പെടും. അവരുടെയും കഴുത്ത് നെബൂഖദ്നേസർ അറുത്തെടുക്കാനായിട്ട് പോകുന്ന ഒരു പരീക്ഷയാണ് 2-ാം അധ്യായത്തിൽ വരാൻ പോകുന്നത്.
രാജാവ് ഒരു സ്വപ്നം കണ്ടു. രാജാവിന് സ്വപ്നം ഓർക്കാനായിട്ട് കഴിയുന്നില്ല. സ്വപ്നം ഓർക്കാത്തത് കൊണ്ട് പുള്ളിക്ക് ഉറക്കവും നഷ്ടപ്പെട്ടു, സമാധാനവും നഷ്ടപ്പെട്ടു. ജനത്തെ താൻ വളർത്തിക്കൊണ്ടുവന്ന സകല മന്ത്രവാദികളെയും വിളിച്ചിട്ടും ആർക്കും ആ സ്വപ്നത്തെ അറിയിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിയുന്നില്ല. ഒടുവിൽ ദാനിയേലും കൂട്ടരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് രഹസ്യം വെളിപ്പെടുത്തുന്നതായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആ രഹസ്യത്തെ വാങ്ങി നെബൂഖദ്നേസർ രാജാവിനോട് ഈ കാര്യങ്ങളെ ദാനിയേൽ അറിയിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവർക്ക് പരീക്ഷ മരണത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല, അവർക്ക് പരീക്ഷ നാശത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല, അവർക്ക് പരീക്ഷ പ്രമോഷൻ ആയിരുന്നു. ആമേൻ. അവരുടെ പരീക്ഷ ദൈവത്താൽ തന്നെ വന്നതുകൊണ്ട് അവർക്കതൊരു പ്രമോഷൻ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. രാജകൊട്ടാരത്തിലെ ശുശ്രൂഷകനായ നിന്നെ രാജാവിന്റെ കോവിലകത്ത് പാർപ്പിക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷയായിരുന്നു അതേ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജകൊട്ടാരത്തിലെ ചെറിയ ചെറിയ ശുശ്രൂഷകളിൽ ഒതുങ്ങി കൂടിയിരുന്ന നിന്നെ ആ ബാബേൽ സാമ്രാജ്യത്തിലെ പല കാര്യാദികൾക്ക് മേൽവിചാരകനാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള ഒരു ദൈവത്തിന്റെ പ്രവർത്തനമായിരുന്നു ഈ പരീക്ഷയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പരീക്ഷ അത് നിന്നെ നശിപ്പിക്കുവാനുള്ളതല്ല, മറിച്ച് നിനക്ക് പ്രമോഷൻ തരുവാനുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. രണ്ടാമധ്യായം കഴിഞ്ഞു. രണ്ടാമധ്യായം കഴിഞ്ഞു. മൂന്നാമധ്യായം നമുക്ക് ഏറെ പരിചയമുണ്ട്. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഈ പുരുഷന്മാർ, ഈ ബാലന്മാർ വളർന്നു. 14, 12, 13, 14, 15 വയസ്സ് പ്രായമുള്ളതായ ബാലന്മാർ ഈ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവര് വളർന്നത് പുരുഷന്മാരായി. രണ്ട് വളർച്ചയുണ്ട്. ഒന്ന് ശാരീരിക വളർച്ചയുണ്ട്, രണ്ട് ആത്മീയ വളർച്ചയുണ്ട്. ആമേൻ. ഒന്നാം അധ്യായത്തിൽ സാമ്രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ബാലന്മാർ, 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ രഹസ്യം, ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നതായ രഹസ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു വാങ്ങിക്കുന്ന അതേ ബാലന്മാർ 3-ാം അധ്യായത്തിൽ വരുമ്പോ നോക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദൂതൻ അഗ്നിജ്വാലയുടെ നടുവിൽ ഇറങ്ങി വരത്തക്ക വിധത്തിൽ ഈ ബാലന്മാർ വളർന്നു കരുത്തന്മാരായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുക, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ എത്ര വർഷം പാരമ്പര്യമുണ്ട്? നമുക്ക് എത്ര വർഷമായി നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് ഒരു ആത്മീയ വളർച്ച നമുക്ക് അവകാശപ്പെടാനുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് പറ്റുമോ? അതോ ഇന്നും വിശ്വാസത്തിൽ വന്ന അതേ തലങ്ങളിൽ ഇരിക്കുകയാണോ നമ്മൾ? അത് വളരാൻ കഴിഞ്ഞോ? ഇവിടെ 3 ബാലന്മാർ വളരുകയാ. ബാബേൽ സാമ്രാജ്യത്തിന്റെ അധിപനായ നെബൂഖദ്നേസർ ഒരു ബിംബം ഉണ്ടാക്കി. ആ ബിംബത്തെ ഒന്ന് പ്രതിഷ്ഠിക്കാനായിട്ട്, ഒരു ബിംബത്തിന്റെ പ്രതിഷ്ഠ. ബാബേൽ സാമ്രാജ്യത്തിന്റെ അധിപൻ എന്ന് പറയുമ്പോൾ അനേക രാജ്യങ്ങളെ അടക്കി ഭരിക്കുന്ന ഒരു സാമ്രാജ്യ തലവനാണ്. തന്റെ സാമ്രാജ്യത്തിന് കീഴിലുള്ള പ്രധാന ദേശാധിപതിമാര്, മന്ത്രിമാര്, ന്യായാധിപന്മാര്, നഗരപാലകന്മാര്, സംസ്ഥാന പാലകന്മാര്, ഇങ്ങനെ തുടങ്ങി സകല മഹത്തുക്കളെയും താൻ നിർത്തിയ സ്വർണ്ണ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വിളിച്ചുകൂട്ടി. കാഹളം, കാഹളനാദം, വാദ്യഘോഷങ്ങൾ മുഴങ്ങുമ്പോൾ സകല ജനങ്ങളും താൻ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കണം. ഒരു ബിംബത്തിന്റെ പ്രതിഷ്ഠയാണ്. പക്ഷെങ്കിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഈ 3 ബാലന്മാർ ബിംബത്തെ നമസ്കരിക്കുന്നില്ല. അവരുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ വെക്കുന്നു, ഒരു ചാൻസ് കൊടുത്തരാം. ഇപ്പോൾ എന്റെ കൺമുമ്പിൽ ഞാൻ വാദ്യഘോഷങ്ങൾ മുഴക്കുമ്പോൾ നിങ്ങൾ ബിംബത്തെ നമസ്കരിക്കണം. പ്രിയമുള്ളവരെ, ഒരു ഭാഗത്ത് ന്യായപ്രമാണം, മറുഭാഗത്ത് അവരുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ന്യായപ്രമാണത്തെ തള്ളിക്കളയണം. ന്യായപ്രമാണ പ്രകാരമാണെങ്കിൽ ജീവൻ നഷ്ടമാകും. ന്യായപ്രമാണത്തെ അനുസരിച്ച് അവർ അവരുടെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ വാക്കുകളുണ്ട്. അല്ലയോ നെബൂഖദ്നേസരേ, ഇതിന് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് കഴിയുമെങ്കിൽ ഞങ്ങളെ രക്ഷിക്കും. ആ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ഇത്ര കളയില്ല. ഞങ്ങളുടെ ജീവിതം മുഴുവനും ദൈവത്തിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. രാജാവിന് കലികയറുകയാണ്. രാജാവിന്റെ കോപത്തിന് ആളിക്കത്തുകയാണ്. രാജാവിന്റെ കോപം ആളിക്കത്തുമ്പോൾ ചൂളയുടെ ചൂടും അത് 7 മടങ്ങ് വർദ്ധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ഇറങ്ങി തീച്ചൂളയിൽ അവരെ വിടുവിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് നെബൂഖദ്നേസറിന്റെ ശബ്ദം വായിച്ചു കേൾപ്പിക്കാം. തീച്ചൂളയുടെ നടുവിൽ 4-ാമനായി ദൈവത്തിന്റെ മാലാഖ വെളിപ്പെടുന്നത് കണ്ട നെബൂഖദ്നേസർ
പറയുന്ന വാക്കുകളുണ്ട്. മൂന്നാം അധ്യായത്തിന്റെ 28-ാം വാക്യം. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പനകളുടെ മറത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വരൂപനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായിക്കൊണ്ട് ഏത് ജാതിയിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശത്രുക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ രാജാവ് തന്റെ സാമ്രാജ്യത്തിന് കീഴിലുള്ള സകല മഹത്തുക്കളെയും വിളിച്ചു കൂട്ടിയത് ഒരു ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയാണ്. 3 ബാലന്മാർ വിചാരിച്ചപ്പോൾ ബിംബത്തിന്റെ പ്രതിഷ്ഠ അങ്ങ് മാറി. ബിംബത്തിന്റെ പ്രതിഷ്ഠ അങ്ങ് മാറി. രാജാവ് തന്നെ പറയുകയാണ്, അയ്യോ സോറി കേട്ടോ, ഞാൻ നിർത്തിയിരിക്കുന്നത് ഒരു പൊട്ട ബിംബമാണ്. ഞാൻ നിർത്തിയിരിക്കുന്നത് കണ്ണുണ്ടായാലും കാണാത്തൊരു പൊട്ട പ്രതിമയാണ്. ഞാൻ നിർത്തിയിരിക്കുന്നത് ചെവി ഉണ്ടായാലും കേൾക്കാത്തൊരു പൊട്ട പ്രതിമയാണ്. ഞാൻ ഉണ്ടാക്കിയത് വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ഒരു പൊട്ട പ്രതിമയാണ് ഞാൻ ഉണ്ടാക്കിയത്. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവമാണ് സാക്ഷാൽ ദൈവം. പ്രതിഷ്ഠയെന്ന് മാറി. പ്രൈസ് ദി ലോർഡ്. 3 ബാലന്മാർ ദൈവത്തിന്റെ പ്രമാണപ്രകാരം നിന്നപ്പോൾ പ്രതിഷ്ഠ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, രാജാവ് പറയുക, ഇനി ഒരു ദൈവം മതി. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം മതി. ഞാൻ നിർത്തിയത് ദൈവമല്ല. ഇതുപോലെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. പ്രിയമുള്ളവരെ, ഞാനിന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? നാം നിൽക്കുന്ന സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, ദൈവസഭയിൽ നമ്മുടെ ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തുവാൻ, ജീവിതം കൊണ്ടൊന്ന് വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ടോ? കർത്താവിൻ പ്രതിസന്ധിയിൽ ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടോ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തങ്ങളുടെ പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ ദൂതനെ കാണുകയാണ്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുകയാ, പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ ദൂതനെ കാണുവാൻ ആഗ്രഹമുണ്ടോ? ന്യായപ്രമാണ പ്രകാരം ജീവിക്കുക, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുക. പ്രാണനേക്കാളും അധികം ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 3-ാം അധ്യായം കഴിഞ്ഞു, 4-ാം അധ്യായമായി. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായം എന്ന് പറയുമ്പോൾ ഈ നെബൂഖദ്നേസർ രാജാവ് എഴുതുന്നൊരു സുവിശേഷമാണ്. ഭൂമിയിൽ പാർക്കുന്ന സകല വംശങ്ങൾക്കും താൻ ഒരു സുവിശേഷം എഴുതി അറിയിക്കുകയാണ്. മറ്റൊന്നുമല്ല, തന്നിൽ പ്രവർത്തിച്ച ഒരു അത്ഭുതം ലോകം മുഴുവനും താൻ പ്രസിദ്ധമാക്കുകയാണ്. 4-ാം അധ്യായത്തിൽ തനിക്ക് ഒരു പൊടിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പൊടിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരത്തെ കർത്താവ് വേരോടെ പിഴുതു കളയുന്ന ഒരു സംഭവമാണ് 4-ാം അധ്യായത്തിൽ. താനിങ്ങനെ തന്റെ ബാബേൽ സാമ്രാജ്യത്തിന്റെ, തന്റെ കൊട്ടാരത്തിന്റെ വട്ടുപ്പാവിൽ താനിങ്ങനെ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ മനോമുഖരത്തിൽ ഒരു ചിന്ത വരികയാണ്. എന്റെ കരം, എന്റെ കൈ, ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ ഞാൻ പണിത മഹതിയാം ബാബേൽ അല്ലയോ ഇത്? പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കൂടുതൽ ഞാൻ എന്റെ ബുദ്ധി, എന്റെ കഴിവ്, എന്റെ എന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ നെബൂഖദ്നേസർ അങ്ങനെ പറഞ്ഞത് ആകെ പൊല്ലാപ്പായി മാറി. കർത്താവ് പെട്ടെന്നൊരു കാര്യം ചെയ്തു. കർത്താവ് ഇവന്റെ ബുദ്ധിക്ക് ഒരു മാറ്റം വരുത്തി. അവന്റെ തലച്ചോറിൽ നിന്ന് മനുഷ്യന്റെ ബുദ്ധി മാറ്റിയിട്ട് കാട്ടുകഴുതയുടെ ബുദ്ധി കർത്താവ് സെറ്റ് ചെയ്തു. രാജകൊട്ടാരത്തിൽ തലയിൽ കിരീടവും ഏന്തി കയ്യിൽ പൊൻചെങ്കോലും പിടിച്ച് രാജവസ്ത്രവും അണിഞ്ഞ് രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇതാ ബാബേൽ സാമ്രാജ്യത്തിന്റെ അധിപനായ നെബൂഖദ്നേസറിന്റെ തലച്ചോറിൽ കർത്താവ് ഒരു മാറ്റം വരുത്തിയപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന പൊൻചെങ്കോൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ശിരസിൽ അണിഞ്ഞിരിക്കുന്നതായ അതേ കിരീടം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം വലിച്ചു കീറി ദൂരേക്ക് എറിഞ്ഞിട്ട് നാല് കാലിൽ നിന്ന് നടന്ന് കാട്ടിലേക്ക് പോയി.
7 വർഷം കാട്ടിൽ കാട്ടുമൃഗങ്ങളോട് കൂടെ. അവിടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് പുള്ളി ആരുടെ കൂടെ ജീവിച്ചതെന്ന്. നെബൂഖദ്നേസറിന്റെ കാട്ടിലെ വാസം, കാട്ടിലെ പാർപ്പ് കാട്ടുകഴുതയോട് കൂടിയായിരുന്നു. കാട്ടുകഴുത, നമുക്ക് കഴുത അറിയാം, കേരളത്തിൽ കഴുതകള് അപൂർവമായിട്ട് കാണാറുള്ളൂ. നോർത്തിൽ കഴുതയുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ കഴുത എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തൊരു ജന്തുവല്ല. നോർത്ത് ഇന്ത്യയിൽ കട്ട ചുമക്കുന്നത്, മണൽ ചുമക്കുന്നത്, ചുമരെടുക്കുന്ന ഒക്കെ കഴുതകളാണ്. അവരെ നിയന്ത്രിക്കുന്ന ഒരു യജമാനനുണ്ട്. യജമാനന് വേണ്ടി കഴുതകൾ പണിയെടുക്കും. എന്നാൽ കഴുതയിലെ മറ്റൊരു ഇനമാണ് കാട്ടുകഴുത എന്ന് പറയുമ്പോൾ, കാട്ടാനയെ നമുക്കറിയാം, കാട്ടാനയെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ചൊക്കെയാണല്ലോ നാട്ടാനയാക്കി മാറ്റുക. ഇവിടെ കാട്ടുകഴുത എന്ന് പറയും. ഒട്ടും ബോധമില്ലാത്ത, ഒട്ടും തിരിച്ചറിവില്ലാത്ത, ഒരറിവുമില്ലാത്ത ഒരു ജന്തു, കാട്ടുകഴുത. രാജാവിന്റെ തലച്ചോറിൽ കർത്താവ് ബുദ്ധി സെറ്റ് ചെയ്തപ്പോ കാട്ടുകഴുതയുടെ ബുദ്ധിയെ വെച്ചത്. അതുകൊണ്ട് അടുത്ത 7 വർഷം രാജാവ് പാർക്കുന്നത് കാട്ടുകഴുതയുടെ കൂടെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കൂടുതൽ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കരുത്. ഞാനെന്ന് പറയുമ്പോൾ അഹങ്കാരത്തിന്റെ ഞാൻ, പ്രൈസ് ദി ലോർഡ്. ആ ഞാൻ, എന്റെ ആ വാക്ക് കൂടുതൽ ഉപയോഗിക്കരുത് കേട്ടോ. ഭയക്കണം, പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ നെബൂഖദ്നേസർ 7 വർഷം ആ കാളയെ പോലെ പുല്ല് തിന്നത്. 7 വർഷം കഴിഞ്ഞ പുള്ളിയുടെ ആ അഹങ്കാരവും നികളവും ആ പ്രയാസങ്ങളൊക്കെ മാറി. ഞാൻ ഈ സമയത്ത് ഓർക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ യോനാ പ്രവാചകനെ കർത്താവ് ഫ്രഷ് ആക്കുന്നുണ്ട്. നമ്മുടെ ഈ അനുസരണക്കേട് അതൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാനായിട്ട് ഒരു മത്സ്യത്തിന്റെ വയറ്റിലേക്ക് ഇവനെ കടത്തിവിടുന്നു. ഒരു 3 ദിവസത്തേക്ക് കടത്തിവിടുന്നുണ്ട്. അപ്പൊ ഈ 3 ദിവസം ഈ മഹാമത്സ്യം ഇവനെയും വയറ്റിലിട്ടുകൊണ്ട് 3 ദിവസം ഇങ്ങനെ കടലിന്റെ അടിത്തട്ടിലൂടെ ഇങ്ങനെ ഊളിയിട്ട് യാത്ര ചെയ്യുകയാണ്. ഒരു സ്വസ്ഥത, ഈ മത്സ്യത്തിനൊരു സ്വസ്ഥതയില്ല. കാരണം ഈ മത്സ്യം ടൺ കണക്കിന് ആഹാരമാണ് കഴിക്കുന്നത്. യവൻ ഉള്ളിൽ ചെന്നതിന് ശേഷം ഞാൻ ചിന്തിക്കുന്നു, ഈ മത്സ്യം ആഹാരം യവൻ വയറ്റി കയറിയ അന്നേരം മുതൽ ഈ മീനും ഉപവാസം തുടങ്ങിയതായിരിക്കും. കാരണം ഈ മത്സ്യം ടൺ കണക്കിന് ആഹാരം കഴിച്ചിരുന്നെങ്കിൽ യവനും ദഹിച്ച് ചണ്ടിയായി പുറത്തു പോയനെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെങ്കിൽ 3 ദിവസമായി ഈ മഹാമത്സ്യം ആഹാരം കഴിക്കാതെ യവനെയും വയറ്റെടുത്തുകൊണ്ട് സമുദ്രത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പഴക്കം പായുകയാണ്. 3 ദിവസം കഴിഞ്ഞ് ഈ മഹാമത്സ്യം ഈ യോനയെ കടൽക്കരയിൽ ശ്രദ്ധിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. കടൽക്കരയിൽ ശ്രദ്ധിച്ചു. അപ്പോ ഈ കഴുത വേദപുസ്തകത്തിൽ ബിലയാമിന്റെ കഴുത വേദപുസ്തകത്തിൽ ബിലയാമിനോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം ഈ മത്സ്യത്തിന് സംസാരിക്കാൻ ഒരവസരം കൊടുത്തിരുന്നെങ്കിൽ, ഈ മത്സ്യത്തിന്റെ വായി ദൈവം ഒന്ന് തുറന്നിരുന്നെങ്കിൽ ഈ മത്സ്യം ചില കാര്യങ്ങൾ ഈ യോനയോട് പറഞ്ഞേനെ. എന്റെ ചിന്തയെ ഞാൻ പറയാം. മത്സ്യം കരയിലോട്ട് യോനെ ശബ്ദിച്ച് കൊണ്ടിടുക. ഇട്ടിട്ട് പെട്ടെന്ന് ദൈവം മത്സ്യത്തിന്റെ വായി തുറന്നു. മത്സ്യം സംസാരിക്കുക. പ്രവാചകനോട് പറയാ, കറുത്ത വേദപുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കള്ളപ്രവാചകൻ, ദൈവത്തെ ഭയമില്ലാതെ, ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിന് വിധേയപ്പെടാതെ നീ എന്റെ വയറ്റിൽ കയറി അന്നേരം മുതൽ സ്വസ്ഥതയില്ലാതെ ഞാൻ കടലിനുള്ള ഉള്ളിൽ ഊളയിട്ട് യാത്ര ചെയ്യുക. അതുകൊണ്ട് അനുസരണമുള്ളവനായി മര്യാദയ്ക്ക് നടന്നോണമെന്ന് പറഞ്ഞിട്ട് ആ മത്സ്യത്തിന്റെ വാൽ കൊണ്ട് യോനാ പ്രവാചകന്റെ ചന്തിക്ക് ഒരു അടിയും കൂടെ കൊടുത്തേനെ. പക്ഷേങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇതെന്റെ ചിന്ത മാത്രമാണ്. അതിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ 3 രാത്രി കൊണ്ട് അവൻ ഫ്രഷായി. അതുകൊണ്ടായിരിക്കാം മഹാമത്സ്യത്തിന്റെ വായു ദൈവം തുറന്ന് സംസാരിപ്പാൻ ഇടകൊടുത്തില്ല. എന്നതുപോലെ ഇതാ അതെ, ബാബേൽ സാമ്രാജ്യത്തിന്റെ അധിപൻ ഫ്രഷ് ആയിരിക്കുന്നു. ഒരല്പം അഹങ്കാരം ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് പോയി. അഹങ്കാരവും നികളൊക്കെ പോയി. 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുന്ന ഒരു ധൈര്യമുണ്ട്. ഇതാണ് നെബൂഖദ്നേസറിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. കൃത്യമായ സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കും. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഈ നെബൂഖദ്നേസറിന് അഹങ്കാരിയായ ഒരു മകനുണ്ടായിരുന്നു. അവന്റെ പേര് ബെൽസസർ എന്നാണ്. തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു മഹാവിരുന്നൊരുക്കി. 1000 പേർക്ക് ഒരു വിരുന്നൊരുക്കി. ഭോജനശാലയിൽ തന്റെ കൊട്ടാരത്തിൽ വെപ്പാട്ടികളുമൊത്ത് വീഞ്ഞ് കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാവുക. എന്റെ അപ്പൻ യഹൂദയിൽ ചെന്ന് യെരൂശലേമിനെ പിടിച്ചടക്കുമ്പോൾ യെരൂശലേം ആലയത്തിലെ പാത്രത്തിൽ ചിലത് കൊണ്ടുവന്ന് ശിനാർ ദേശത്ത് ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാനും എന്റെ വെപ്പാട്ടികളും ആ യെരൂശലേം ദേവാലയത്തിലെ പാത്രങ്ങളിൽ വീഞ്ഞു കുടിക്കാൻ പോവുക. ആരവിടെ?
യെരൂശലേം ദേവാലയത്തിലെ പാത്രങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവരിക. യെരൂശലേം ദേവാലയത്തിലെ പാത്രം കൊണ്ടുവന്നു. അതിൽ രാജാവും നെബൂഖദ്നേസറിന്റെ മകനായ ബെൽശസ്സറും തന്റെ ഭപ്പാട്ടികളും ചേർന്ന് അതിൽ വീഞ്ഞു കുടിച്ച് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കൊട്ടാരത്തിന്റെ വെള്ളച്ചുവരിൽ ഒരു കൈപ്പത്തി പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു സെന്റൻസ് കുറിച്ചിരിക്കുന്നു. ഏപ്പാടിപ്പോയി, ഏപ്പാടി, ഏപ്പാടി, ഭയന്നുപോയി. രാജാവിന്റെ ഭാവം മാറി. ഭോജനശാലയിൽ നിന്ന് രാജ്ഞി ഓടി വന്ന് പറഞ്ഞു, അയ്യോ ഭയപ്പെടരുത്, ഈ വെളിപ്പെട്ടിരിക്കുന്ന കൈപ്പത്തിയിൽ കുറിച്ചിരിക്കുന്ന സെന്റൻസ് വായിക്കുവാൻ നമ്മുടെ രാജ്യത്തുള്ള ഒരു മന്ത്രവാദിക്കും പ്രശ്നക്കാരനും കഴിയത്തില്ല. പക്ഷെങ്കിൽ നിന്റെ അപ്പന്റെ കാലത്ത്, രാജാവിന്റെ തിരുമനസിന്റെ അപ്പന്റെ കാലത്ത് ദൈവാത്മാവുള്ള ഒരു പുരുഷൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. അവന്റെ പേര് ദാനിയേൽ എന്നാണ്. ഇപ്പോഴും അവൻ ഈ രാജ്യത്തുണ്ട്. അവനെ വരുത്തിയാൽ അവന് നിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു തരും. ദാനിയേല് ബെൽശസ്സറിന്റെ അടുക്കലേക്ക് വന്നു. ദാനിയേല് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലയോ രാജാവേ, നിന്റെ അപ്പൻ എഴുതിയ സുവിശേഷം നീ വായിച്ചിട്ടുണ്ടോ? നിന്റെ അപ്പൻ 4-ാം അധ്യായത്തിൽ ഒരു സുവിശേഷം എഴുതി ലോകത്തുള്ള സകല ജനതയ്ക്കും അയച്ചു. ബാബേൽ സാമ്രാജ്യത്തിന്റെ അധിപനായ രാജാവായിരുന്ന എന്നെ കൊണ്ട് കാളയെപ്പോലെ പുല്ലുതിരിച്ചൊരു ദൈവമുണ്ടെന്ന് ലോകം മുഴുവനും നിന്റെ അപ്പൻ എഴുതിയ സുവിശേഷം നീ വായിച്ചായിരുന്നോ? ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അത് അന്ന് ഒരുപക്ഷെങ്കിൽ നീ ഉണ്ടായിരിക്കും നിന്റെ ബാല്യപ്രായത്തിൽ. നീ അത് അറിഞ്ഞായിരുന്നോ? 2-ാം അധ്യായത്തിൽ വെളിപ്പെട്ട ദൈവശക്തിയുണ്ട്, അത് നീ അറിഞ്ഞായിരുന്നോ? 3-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ കാണെ അതേ ദൈവത്തിന്റെ മാതാക തീച്ചോട് ഇറങ്ങി വന്ന കാര്യം നിന്റെ അപ്പൻ കണ്ടതാണ്. നീയും അത് കണ്ടിട്ടുണ്ടാകണം. എത്ര അവസരങ്ങൾ നിനക്ക് കിട്ടി, നീ അതൊക്കെ ഉപയോഗിച്ചോ? അതൊന്നും ഉപയോഗിച്ചില്ലല്ലോ. ഞാൻ എഴുത്ത് വായിക്കാം. ഇതാ എഴുതിയിരിക്കുന്നത്, മെനെ മെനെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൊണ്ട് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. നിന്റെ രാജ്യത്വം എണ്ണി. ഇന്നൂടെ മാത്രമേ നിനക്ക് ജീവിതമുള്ളൂ. നിന്റെ തീറ്റിയും കുടിയും ഇന്നുകൊണ്ട് അവസാനിക്കും. ഞാൻ ചിന്തിക്കുക, അറിയാതൊരു മരണം സംഭവിച്ചാൽ ആ മരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് വലിയ ഭയമില്ല, ഭീതിയില്ല. പക്ഷേ ഇന്ന് നീ മരിക്കും എന്ന് പറഞ്ഞതിന് ശേഷമുള്ള മണിക്കൂറുകൾ എങ്ങനെ അതിജീവിക്കാനാണ്? നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. ഇന്ന് നിന്റെ വിസയും പാസ്പോർട്ടും റെഡിയാകും. അടുത്തത്, തെക്കേ നിന്നെ ദൈവം തൂക്കി നോക്കി, നിന്നെ തൂക്കിയിട്ട് ഒന്നുമില്ല. ആത്മീയതയുടെ ABCD നിനക്ക് അറിയത്തില്ല. ദൈവവുമായി നിനക്ക് ഒരു ബന്ധവുമില്ല, പ്രാർത്ഥനയില്ല, ഭക്തിയില്ല, വിശുദ്ധിയില്ല. ദൈവം നിന്നെ തൂക്കി. യാതൊരു വിധമായ ആത്മീയ മൂല്യവും നിന്നിൽ കാണുവാനില്ല. അതുകൊണ്ട് നിന്റെ രാജ്യത്തെ വിഭാഗിച്ച് മേദ്യർക്കും പാർസിക്കും കൊടുത്തിരിക്കുക. അന്ന് രാത്രി 62 വയസ്സുള്ള ദാരിയാവേസ് ഇത് ദാനിയേൽ വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ ദാരിയാവേസിന്റെ ശത്രു സൈന്യം ബാബേൽ സാമ്രാജ്യത്തെ വളഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രി തന്നെ ദാരിയാവേസ് വന്ന് ബെൽശസ്സറിനെ വധിച്ച് രാജ്യത്വമേൽക്കുന്നതായിട്ട് കാണുകയും. പ്രിയമുള്ളവരെ, അവസരങ്ങൾ ദൈവമാണ് തരുന്നത്. അവസരങ്ങളെ കളഞ്ഞു കുളിക്കരുത്. ഓരോ അവസരങ്ങൾ ദൈവത്തെ അറിയുവാൻ ലഭ്യമാകുന്ന ഓരോ അവസരങ്ങളും ദൈവത്താലാണ് വരുന്നത്. അതുകൊണ്ട് അതിനെ കളഞ്ഞു കുളിക്കരുത്. ആ സമയത്ത് ഹൃദയം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കണ്ടെത്താകുന്ന സമയത്ത് അറിയുവാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിൽ തന്നെ അതിനെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിടയാക്കട്ടെ. അവസാനം ഒരു വിളി വരും, പിന്നീട് അവസരമില്ല. മെനെ മെനെ എന്ന് വെച്ചാൽ ഇന്നും കൂടെ നിനക്ക് ജീവനുള്ളൂ. അങ്ങനൊരു അവസ്ഥ വരാൻ ഇടയാകരുത്. ലഭിക്കുന്ന അവസരങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശം നൽകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യമുണ്ട്, 6-ാം അധ്യായത്തിൽ ടെസ്റ്റിംഗ് ആണ്. ഒരു ടെസ്റ്റ് നടത്തുക. ഒരു ടെസ്റ്റ്. 2 കൂട്ടം ആൾക്കാരുണ്ട്. ഒരു ഭാഗത്ത് ദാനിയേൽ നിൽപ്പുണ്ട്, മറുഭാഗത്ത് ദാനിയേലിനെ കുറ്റം ചുമത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെ സിംഹത്തിന്റെ കുഴിയിൽ ഒന്നിടും. ഇവര് ആർക്കാണ് പ്രാർത്ഥനയുള്ളത്, ആർക്കാണ് ദൈവവുമായി ബന്ധമുള്ളത്, ആർക്കാണ് ഭക്തിയുള്ളത്, ആരാണ് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്നത്, അവർക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി സിംഹത്തിന്റെ വായി അടയ്ക്കും. ഒരു ടെസ്റ്റിംഗ്. 2 കൂട്ടം ആൾക്കാരെ ഇപ്പോൾ ദാരിയാവേസ് സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇറക്കും. സിംഹത്തിന്റെ ഗുഹ എന്ന് പറയുമ്പോൾ ഭക്ഷണം വരുന്ന ഭാഗത്തേക്ക് സിംഹം ഇങ്ങനെ നോക്കിയിരിക്കുക. തറയിൽ നിന്ന് 10 അടി 15 അടി ഉയരങ്ങളിലേക്ക് ഉയർന്ന തീൻ പിടിക്കുന്ന സിംഹങ്ങൾ. തീൻ വരുന്ന ഭാഗത്ത്, അതേ ഭക്ഷണങ്ങൾ വരുന്ന ഭാഗത്തേക്ക് സകല സിംഹങ്ങളും ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഇതാ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇടുന്നു. കൂടെ ദൈവത്തിന്റെ മാലാഖയും ഇറങ്ങിയിട്ടുണ്ട്.
ദാനിയേൽ തന്നെ പറയുന്നുണ്ട്, അതെ, എനിക്ക് സിംഹങ്ങളൊന്നും കേടുവരുത്തിയില്ല, ദൈവം തന്നെ ദൂതനെ അയച്ചു. ഞാൻ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ദൈവം തന്നെ ദൂതനെ എന്റെ കൂടെ അയച്ചിരുന്നു. ആ ദൂതൻ സിംഹത്തിന്റെ വായി അല്പനിമിഷം കഴിയുമ്പോൾ, പ്രിയമുള്ളവരെ, അല്പനിമിഷം കഴിയുമ്പോൾ ഇതാ മറ്റൊരു സംഘം കൂടി ഇറങ്ങുന്നു സിംഹത്തിന്റെ ഗുഹയിലേക്ക്. പ്രാർത്ഥനയില്ലാത്ത, വിശുദ്ധിയില്ലാത്ത, ഭക്തിയില്ലാത്ത, പ്രമാണമില്ലാത്ത, ദൈവവുമായി ബന്ധമില്ലാത്ത ഒരു സംഘം ആൾക്കാരെ സിംഹത്തിന്റെ കുഴിയിലേക്ക് പരിശീലനം നടക്കുകയാണ്. ആ സിംഹത്തിന്റെ കുഴിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ അസ്ഥികൾ തകർത്തു എന്ന് എഴുതിയിരിക്കുക. ഞാൻ ഇന്ന് രാത്രി പറയാം, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ടെസ്റ്റിംഗ് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയുണ്ട്? സിംഹത്തിന്റെ കുഴിയിൽ ഒന്ന് ഇറക്കി നോക്കുക. ദൈവത്തിന്റെ ദാസന്മാരും ദൈവത്തിന്റെ മക്കളും ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും പാടുന്നവരും ഒക്കെയാണ്. നമ്മളെല്ലാവരും കർത്താവിന്റെ വേലയിൽ വ്യാപൃതരുമാണ്. ഇന്ന് രാത്രി സത്യത്തിൽ നമ്മുടെ പ്രാർത്ഥന ഒറിജിനലാണോ, നമ്മുടെ ജീവിതം യഥാർത്ഥമാണോ, നമ്മൾ ഭക്തരാണോ എന്ന് തിരിച്ചറിയുന്ന മണ്ഡലമാണ്. ദാനിയേൽ രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും. അതേ, എപ്പോഴും പ്രാർത്ഥനയാണ്, ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, വിശ്വസ്തനാണ്, ഭക്തനാണ്, വിശുദ്ധനാണ്. തന്റെ ഭക്തി സത്യമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അവന് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങിയത്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുകയാണ്, ആ ദാനിയേലിന്റെ സ്ഥാനത്ത് ചന്ദ്രപ്രകാശനെയോ അല്ലെങ്കിൽ നമ്മെ ആരെങ്കിലുമാണ് അങ്ങോട്ട് അയക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങത്തക്ക വിധത്തിൽ നമുക്ക് ദൈവവുമായി ബന്ധമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് നൽകിയ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് രാത്രി കരുത്തന്മാരായി കർത്താവിന്റെ സന്നിധിയിൽ, ദൈവം ആഗ്രഹിക്കത്തക്ക നിലയിലുള്ള ഭക്തന്മാരായി ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകി.